ഹായ് കൂട്ടുകാരെ, മോമി മൊമെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ നടക്കുന്നു, ഇത് എപ്പോഴാണ് നടക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മുടെ വീഡിയോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഓവുലേഷൻ? റിലീസ് ഓഫ് എഗ് ഫ്രം ദി ഓവറി. അതായത് നമ്മളൊരു ഗർഭധാരണം നടക്കാനായിട്ട്, അതായത് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ഒരമ്മ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഗർഭധാരണം നടത്താൻ സുപ്രധാനമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ ഓവുലേഷൻ എന്നുള്ളത്. അപ്പോൾ അത് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോസിൽ പറയുന്നത്. സ്ത്രീകളിൽ ഓരോ മാസവും മൂപ്പെത്തിയ അണ്ഡം അല്ലെങ്കിൽ എഗ്ഗ് അത് വഹിക്കുന്ന ഫോളിക്കിളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഈ ഓവുലേഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു മാസത്തിൽ ഒരു ഓവറിയിൽ നിന്ന് ഒരു എഗ്ഗാണ് റിലീസായി വരുന്നത്. നാച്ചുറലി അങ്ങനെയാണ് വരുന്നത്. അതായത് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് കൃത്യം 14 ദിവസം കഴിഞ്ഞ് നമുക്ക് പീരീഡ്സ് ഉണ്ടാകും. അതായത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കിപ്പം ഒരു മാസത്തിൻ്റെ 1-ാം തീയതി വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സ്ത്രീക്ക് എല്ലാ മാസവും പീരീഡ്സ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ പീരീഡ്സ് ആകുന്ന സമയത്ത് നമുക്ക് ഈ മാസം ജൂൺ 1 തൊട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ 1-ാം തീയതി ഒരു സ്ത്രീക്ക് പീരീഡ്സ് ആകുകയാണെങ്കിൽ അപ്പോൾ 28 സൈക്കിൾ. അപ്പം നിങ്ങളുടെ സൈക്കിൾ നിങ്ങൾ ഏതാണ്, അതായത് ചിലർക്ക് 28 സൈക്കിൾ പീരീഡ്സ് ആവുന്നവരുണ്ട്, ചിലർ 35 സൈക്കിൾ ആവുന്നവരുണ്ട്, ചിലർക്ക് 45 സൈക്കിൾ പീരീഡ്സും ആവുന്നവരുണ്ട്. അപ്പം ഓരോരുത്തരുടെയും ഓരോ സൈക്കിൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ 28 സൈക്കിൾ പറയാം. അതായത് ഇപ്പം ജൂൺ 1 പീരീഡ്സ് ആകുന്ന ഒരു സ്ത്രീ അടുത്ത മാസം പീരീഡ്സ് ആകുന്ന കറക്റ്റ് 28 ദിവസം കഴിയും. അതായത് നമ്മൾ പീരീഡ്സ് ആയ ഡേറ്റ് മുതൽ അടുത്ത പീരീഡ്സ് ആവുന്ന ഡേറ്റ് കറക്റ്റ് 28 ദിവസം കഴിയുമ്പോൾ ആകുന്ന ഒരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ഈ ഓവുലേഷൻ നടന്നാലേ നമുക്ക് പ്രഗ്നൻസിക്ക്, അതായത് ഗർഭധാരണത്തിന് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്. ആ സമയത്ത് ചെയ്താലാണ് നമുക്ക് കൂടുതലും ഗർഭധാരണത്തിന് ചാൻസ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ 1-ാം തീയതി നിങ്ങൾക്ക് പീരീഡ്സ് ആകുകയാണെങ്കിൽ ആ 1 മുതൽ 14 ദിവസം, ഇപ്പം പീരീഡ്സ് ചിലർക്ക് 5 ദിവസം കാണും, ചിലർക്ക് 4 ദിവസം, ചിലർക്ക് 6 ദിവസം നീണ്ടു നിൽക്കും. അപ്പോൾ അന്ന് മുതൽ കാൽക്കുലേറ്റ് ചെയ്ത് 14-ാമത്തെ ദിവസം കൃത്യം ഓവുലേഷൻ നടന്നിരിക്കും അവർക്ക്. 28 സൈക്കിൾ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ 14-ാമത്തെ ദിവസം, അതിൻ്റെ കറക്റ്റ് 14-ന് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, ആ ഒരു 12, 13, 14, 15 ആ ദിവസം. അപ്പോൾ 14-ാമത്തെ ദിവസമാണ് കറക്റ്റ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണ് ഈ ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ യൂട്രസിന് അവിടെയുള്ള ഓവറിയിൽ നിന്ന് എഗ്ഗ് ഓരോ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷവും, അതായത് നമ്മുടെ ഓരോ പീരീഡ്സും കഴിഞ്ഞ് 14-ാമത്തെ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഓവറിയിൽ നിന്ന് ഒരു എഗ്ഗ് റിലീസായി വരും. ആ എഗ്ഗ് റിലീസായി വരുമ്പോൾ ആണ് അവിടെ നമുക്ക് എന്താവുന്നത്, നമുക്ക് ഓവുലേഷൻ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സൈക്കിളിന് ഓരോ ഡേയ്സിലാണ് നമുക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത്. ഇനിയും 30 ദിവസം സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് 16-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ 45 സൈക്കിൾ ഉള്ള ഒരു സ്ത്രീക്ക് 30 അല്ലെങ്കിൽ 31-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ഓവുലേഷൻ ടൈം അല്ലാത്ത ടൈമിങ്ങിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രഗ്നൻസിക്ക് ചാൻസ് വളരെ കുറവായിരിക്കും.
അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഓവുലേഷൻ കിറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പം നിങ്ങളുടെ സൈക്കിൾ നോക്കിയിട്ട് ഈ 14ാമത്തെ ദിവസം അപ്പം നിങ്ങൾ റിപ്പീറ്റഡായിട്ട് ഓരോ ദിവസവും നോക്കേണ്ടി വരും കിറ്റ് വാങ്ങിച്ച്. ഇപ്പം അങ്ങനെ കിറ്റ് അവൈലബിൾ ആണ്. നമ്മൾ പ്രഗ്നൻസി കാർഡ് പോലെ തന്നെ കിറ്റ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് 14ാമത്തെ ദിവസം നടക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു 12 തൊട്ട് 12, 13 അല്ലെങ്കിൽ 14, 15 ആ ഡേയ്സിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഓവുലേഷൻ എന്നാണെന്ന് ഓരോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും നമുക്ക് കിറ്റ് വെച്ചിപ്പം പലരും നോക്കുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണമെന്ന്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ആദ്യം ഡോക്ടർ നിങ്ങൾ ഫസ്റ്റ് ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യും. അത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ പീരിയഡ്സ് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് വരാനായിട്ട് പറയും. അത് നിങ്ങൾ ഓരോ ദിവസവും അടുപ്പിച്ച് ചെന്ന് ഡോക്ടർ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത് സമയത്താണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ ഓവുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ അവരുടെ സൈക്കിള് ഏതാണെന്ന് ചിലർക്ക് അറിയാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബോഡി തന്നെ നമുക്ക് കാണിച്ചു തരും കുറച്ച് സിംറ്റംസ്. അങ്ങനെ നമുക്ക് ഓവുലേഷൻ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അത് നിങ്ങളുടെ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു 14 ദിവസം തൊട്ടൊക്കെ നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ പിക്ചറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മ്യൂക്കസ് എങ്ങനെയാണ്, അതായത് സ്ട്രെച്ചബിൾ ആണോ, അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് അത് എഗ് വൈറ്റിലായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. എഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ മുട്ടയുടെ വെള്ള, നമ്മുടെ പച്ച മുട്ടയുടെ വെള്ള എങ്ങനെയാണോ ഇരിക്കുന്നത് അത് നമ്മളുടെ കയ്യിലെടുത്ത് 2 വിരൽ കൊണ്ടിങ്ങനെ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ സ്ട്രെച്ചി ആയിരിക്കും, നല്ല സ്ട്രെച്ചി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് എഗ് വൈറ്റിൻ്റെ നിറത്തിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഓവുലേഷൻ്റെ കറക്റ്റ് ഡേറ്റ്. ആ ഒരു എഗ് വൈറ്റ് ആയിരിക്കും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രീമി ആയിട്ടുള്ളൊരു മ്യൂക്കസാണ് വരുന്നെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ മ്യൂക്കസ് വെറ്റും വാട്ടറിയുമാണെങ്കിൽ നിങ്ങളുടെ വെരി ക്ലോസ്, അതായത് ഓവുലേഷൻ വെരി ക്ലോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ എഗ് വൈറ്റും വരും. എഗ് വൈറ്റ് വരുമ്പോഴാണ് ആ ഡേയ്സാണ് കറക്റ്റ് ഓവുലേഷൻ ഡേറ്റ്. അതുപോലെ തന്നെ ഓവുലേഷൻ അല്ലാന്ന് മനസ്സിലാക്കുന്നത് സെർവിക്കൽ മ്യൂക്കസ് ഡ്രൈ ആയിട്ടും സ്റ്റിക്കി ആയിട്ടും നമ്മളിങ്ങനെ കയ്യിലെടുത്ത് കഴിയുമ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന മ്യൂക്കസ് ആണെങ്കിൽ അത് ഓവുലേഷൻ്റെ ടൈം അല്ല എന്നാണ് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി കുറച്ച് സിംറ്റംസ് അല്ലാതെ തന്നെ കാണിക്കും. മൈൽഡായിട്ടുള്ള ഒരു പെയിന്, നമ്മുടെ അബ്ഡോമൻ പെയിനൊക്കെ ഉണ്ടാവും, ബ്ലോട്ടിങ് ഉണ്ടായിരിക്കും, ഒരു മൂഡിന് ചേഞ്ച് വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈക്കിൾ അറിയാത്തവർക്ക് പീരിയഡ്സ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഓവുലേഷൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിച്ചാൽ മതി, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.